ഹായ് ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ ഇൻട്രോ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ശ്രീ ബാലാജി ടെമ്പിളിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ തന്നെയാണ്. നാരായൺപൂർ എന്നൊരു സ്ഥലത്താണുള്ളത്. പൂനെയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഫേമസ് ടെമ്പിളായിട്ടുള്ള തിരുമല തിരുപ്പതി ബാലാജി മന്ദിറിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരുപ്പതി ബാലാജി മന്ദിറിൽ പോകുന്നു എന്ന് തന്നെയാണ് സാധാരണ എല്ലാവരും പറയുന്നത്. ഇവിടെ ഞങ്ങൾ സ്ഥിരം വരാറുള്ള ക്ഷേത്രമാണ്. ഏകദേശം 8-9 വർഷം കൊണ്ടേ ഞങ്ങളിവിടെ വരുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറസ് ഒന്നും അലൗഡ് അല്ല, മൊബൈൽ ഫോൺ അലൗഡ് അല്ല, നമ്മുടെ ഹാൻഡ് ബാഗുകളൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു റൂമുണ്ട്, ക്ലോക്ക് റൂം. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലുള്ളിലേക്ക് പോകുന്നത്. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾ അതിരാവിലെയാണ് സാധാരണ വരുന്നത്, അങ്ങനെ തിരക്കുണ്ടാകാറില്ല. ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞായറാഴ്ച വരാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ ഈ സ്കൂൾ കുട്ടികൾ വരുന്നതിന് മുമ്പ് നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാനൊക്കെ പറ്റി. 3 സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ വന്നപ്പോഴത്തേക്ക് അകത്ത് നിന്നവരെയൊക്കെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ നേരത്തെ തൊഴുത് ഇറങ്ങി. അപ്പോഴത്തേക്കാണ് ഈ 3 സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വന്നത്. ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് ബദ്രിമോൻ്റെ തല മുണ്ടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് മോന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. നമ്മുടെ തിരുപ്പതിയിലെയും പഴനിയിലെയും പോലെ തന്നെ ഇവിടെയും തലമുണ്ടനം ചെയ്യാനുള്ള എല്ലാ ഇതുമുണ്ട്. ഒരുപാട് പേര് നേർച്ച ചെയ്യുന്നതുമുണ്ട്. പിന്നെ പൈസയൊന്നും വേണ്ട, ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്, നമുക്കവിടെ പോയി തലമുണ്ടനം ചെയ്യാം. ഈ കാണുന്ന ബിൽഡിങ്ങിലായിട്ടാണ് നമ്മൾ മൊബൈൽസൊക്കെ കൊടുക്കേണ്ടത്. ബാഗും ഒക്കെ അവിടെയാണ് നമ്മൾ വെക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് തല മുണ്ടനം ചെയ്യുന്നത്. ദാണ്ട ഈ കാണുന്നതാണ് തല മുണ്ടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂം. പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയ ഒരു ക്യാൻറ്റീനുണ്ട്. ഡൽഹി നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ നമുക്കവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ളത് നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിലെ വളരെ പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടവും എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ബാത്റൂമിലാണെങ്കിലും അതുപോലെ ഇത്രയും ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണെന്ന് നമുക്ക് തോന്നുകയില്ല. ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലീനാണ്. അതുപോലെ ക്ഷേത്രത്തിനകത്താണെങ്കിലും പരിസര പ്രദേശങ്ങളാണെങ്കിലും എപ്പോഴും ഒരു ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ദർശന സമയമുള്ളത്. അതുപോലെ എൻട്രി ഫീസുകളൊന്നുമില്ല. ഇവിടെ വിശാലമായിട്ടൊരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. അതിന് പാർക്കിംഗ് ഫീസൊന്നും അവർ മേടിക്കില്ല. പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിലായിട്ട് കുറച്ച് സാധനങ്ങളിങ്ങനെ പൂജാ സാധനങ്ങളും അല്ലാതെ മാല അങ്ങനെയൊക്കെയുള്ളത് വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ തവണയും വരുമ്പം ഈ ലോക്കറ്റിന്ന് ഭഗവാന്റെ ലോക്കറ്റ് ഞാൻ മേടിക്കാറുണ്ട് ബദ്രിമോന് വേണ്ടിയിട്ട്. അങ്ങനെ ഇത്തവണയും ഞാനത് ഇവിടുന്ന് ഒരു ലോക്കറ്റ് മേടിച്ചു. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഇവിടെ മിസൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് 2 പേർക്കും മിസൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് മിസൽ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് ഞാനും ചേട്ടനും പുറത്തുനിന്നുള്ള ഒരു ഭക്ഷണവും കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. നമുക്കത് മതി. ഇപ്പോൾ പിള്ളേർക്ക് മിസൽ ഓർഡർ ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മിസൽ വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡുകളിൽ ഒന്നാണിത്. അപ്പോൾ ഇത് മൊത്തവും ബദ്രിമോന് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2 പ്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പയറുണ്ട്, മിച്ചറുണ്ട്, അതുപോലെ ആ ഗ്രേവി എന്ന് പറയുന്നത് മിക്സ് വെജിറ്റബിൾ മിക്സ് ആയിട്ടുള്ളതാണ്. പക്ഷേ അത് കഴിക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ ഈ എണ്ണ ഇതിനകത്ത് ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ ഈ പാവ് നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. കാരണം ഇത്രയും കഴിക്കണമെന്നുണ്ടെങ്കിൽ പാവ് എക്സ്ട്രാ മേടിക്കണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം.
ഇന്നലെ ഞങ്ങൾ മലയാളിക്കടയിൽ പോയപ്പോൾ മേടിച്ച പ്ലം കേക്കാണ്. അപ്പോൾ വന്ന ഉടനെ ഒരു രണ്ടും കൂടെ നിൽക്കുകയാണ് ഇത് കട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരത് കട്ട് ചെയ്ത് കഴിക്കട്ടെ, അപ്പോഴത്തേക്ക് എനിക്ക് ഇനി മാർക്കറ്റിൽ പോകണം. അപ്പം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വരട്ടെ. മാർക്കറ്റിൽ പോകുന്നത് പച്ചക്കറിയൊക്കെ മേടിക്കാൻ, പിന്നെ പറ്റുമെങ്കിൽ മീൻ ഉണ്ടെങ്കിൽ മീൻ കൂടെ മേടിക്കണം. നമ്മൾ വൈകിട്ട് ഐസ്ക്രീമൊന്നുമില്ല. അപ്പോൾ ഇനി ഞങ്ങൾ മാർക്കറ്റിൽ പോയി പച്ചക്കറി മേടിക്കണം. മീൻ നല്ലതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ മീൻ നോക്കണം. അതൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി പറ്റുമെങ്കിൽ മീൻ മാർക്കറ്റിലേക്ക് വീഡിയോ എടുക്കാൻ നോക്കാം. ഇവിടെ പിമ്പിരി മാർക്കറ്റിൽ നമ്മുടെ നാട്ടിലെ എല്ലാത്തരം മീനുകളും വരും. അപ്പോൾ നമ്മളെ വീട്ടിനടുത്തുനിന്ന് കുറച്ച് ദൂരമാണ്, അതുകൊണ്ട് ഡെയിലി വന്ന് മേടിക്കുക പോസിബിൾ അല്ല. അതുകൊണ്ട് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഞങ്ങൾ മീൻ മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കൊണ്ട് നമ്മളെ നാട്ടിലെ മിക്ക മീനുകളും ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പബ്ലിക്കിൽ വീഡിയോ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് ആരെങ്കിലും നോട്ടീസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അന്നേരം ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക്. എന്നാൽ ഞാൻ വീഡിയോ എടുത്തിട്ടുമുണ്ട്, അത് ഞാൻ പിന്നെ ആരെയും നോക്കാറില്ല. ഉത്സവത്തിൻ്റെ വീഡിയോ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഞാനിത് ഇടയ്ക്കൊക്കെ പോയി ഞാൻ എങ്ങനെ എടുത്തു എന്ന് എനിക്കറിയത്തില്ല. അത്രയും ആൾക്കാർ ഇടയ്ക്ക് പോയി. അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം പച്ചക്കറി മേടിക്കാൻ വരുന്നത്, അതും പിമ്പിരിയിൽ തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മേടിച്ച് വെക്കും. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് വരാറുണ്ട്. ഇത് താണ്ട തണുപ്പത്ത് വരുന്ന ക്യാരറ്റാണ്. ഈ പിമ്പിരി മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ തന്നെയാണ് ഹോൾസെയിലായിട്ടുള്ള വെജിറ്റബിൾസിൻ്റെതും അതുപോലെ തുണി കച്ചവടങ്ങൾ, നമുക്ക് നല്ല ലാഭത്തിന് തുണി കിട്ടുന്നിടം, അതുപോലെ മീനിൻ്റെത് എല്ലാം ഈ പിമ്പിരി മാർക്കറ്റിൽ തന്നെയാണുള്ളത്. ദീദി പാത്രം കഴുകി വെച്ചോ? കുക്കർ എന്താ കഴുകാറിയത്തില്ലേ? മുറുക്ക പിടിച്ച് തേച്ചൊരച്ചൊക്കെ കഴുകണം, അന്ന് അഴുക്കൊക്കെ പോകും. മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോഴേ താമസിച്ചു. ഇനി പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. ഇപ്പോൾ തന്നെ സമയം 1 മണി ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനും മറന്നു, ഈ പെട്ടെന്ന് ജോലികൾ ചെയ്യുന്നതുകൊണ്ട്. അപ്പം നമുക്ക് കിട്ടിയ മീൻ ശീലയാണ്. ഞാൻ 4 എടുത്ത് വറുക്കാൻ വെച്ചു. നിങ്ങളുടെ നാട്ടിലും ശീലയെന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. പിന്നെ വെണ്ടയ്ക്കയുടെ മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് മീൻകറിയും കൂടെ വെക്കണം. അപ്പോൾ ഷീലയുടെ തന്നെ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ തേങ്ങ അരച്ച കറികൾ ഇപ്പം ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് ഞാൻ മുളക് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി അതും പെട്ടെന്ന് വെക്കണം. ഇവിടെ ഓരോരുത്തർക്ക് വിശപ്പായെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ബദ്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട്, അമ്മ വല്ലതും ആയോ. ഇപ്പം മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മണം വന്നപ്പോഴത്തേക്ക് പറയുന്നത് അമ്മ വിശപ്പ് കൂടി. അങ്ങനെ നമ്മൾ എപ്പോഴും ഒന്നും ഫ്രൈ ചെയ്യാറില്ലല്ലോ, ആഴ്ചയിലോ മാസത്തിലോ ഒക്കെയാണ് മീൻ മേടിക്കുന്നത്. അപ്പം ഫ്രൈ ചെയ്യാൻ പറ്റിയ മീനാണെങ്കിൽ മാത്രമാണ് ഫ്രൈ ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ടായിരിക്കും ബദ്രി ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് അമ്മ വിശപ്പായിട്ടുണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന്. അപ്പോൾ പെട്ടെന്ന് മീൻ കറിയും കൂടെ വെച്ചിട്ട് ഇനി ഈ കറിയും കൂടെ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ചോറും ഇപ്പം മെഴുക്കുവരട്ടിയും മീൻ ഫ്രൈ ചെയ്തതുമായിട്ടുണ്ട്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരാരും ബർത്ത്ഡേ പറ്റിയൊന്നും പറയാത്തത് കൊണ്ട് എല്ലാവരും മറന്നിരിക്കുവാണെന്ന്. പക്ഷേ അച്ഛനും മക്കളും കൂടി എനിക്ക് വലിയൊരു സർപ്രൈസാണ് തന്നത്. അവർ 3 പേരും കൂടെ വെളിയിൽ പോയി കേക്ക് വാങ്ങിക്കൊണ്ട് വന്ന് കട്ട് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിനകത്തൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ കൊച്ചുങ്ങളുടെ സന്തോഷമല്ലേ, അതുകൊണ്ട് ഞാനും അതിനകത്തുനിന്ന് ഉൾക്കൊണ്ടു എന്നേ ഉള്ളൂ. വളരെ ഒരു സർപ്രൈസായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇവർ കേക്ക് മേടിക്കുമെന്നോ അങ്ങനെ ഒന്നും. എന്തോ പറയണ അല്ലേ, കഥ എന്തോ പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് സമയമില്ലായിരുന്നു ബർത്ത്ഡേക്ക് ഉണ്ടാക്കാൻ. ആണോ? ഞാൻ ഉണ്ടാക്കി. അത് ഇനി അടുത്ത തവണ ഇത് യൂസ് ചെയ്യണല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിനാണ് ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ അങ്ങോട്ട് വരല്ലോ എന്ന്. കൊള്ളാലോ, കൊള്ളാം കേട്ടോ.
കണ്ണ് അമ്മയുടെ കണ്ണാണ്. ഇത് തന്നെ ഇത് ചെയ്യാൻ പോയി. ദീദി എനിക്ക് വീഡിയോ ഉണ്ടാക്കി തന്നായിരുന്നു. ബെഡ്റൂമിൽ ഈ കാർഡ് ഉണ്ടാക്കി തന്നു. കൊള്ളാം. ഞാൻ ഇവിടെ ഒളിപ്പിതാ ഇവിടെ വെച്ച് ദീദി മനസ്സിലാവാതിരിക്കാൻ കളറുള്ള സാധനം ഇവിടെ വെച്ച്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്റെ അമ്മയ്ക്ക്? കൊള്ളായിരുന്നല്ലോ. അമ്മയ്ക്ക് തോന്നി അമ്മയുടെ മോനും ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നില്ല. അതെ. പക്ഷെ തന്ന്. അമ്മ ഹാപ്പി ബർത്ത്ഡേ. Are you happy? വൈകിട്ടായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തു നിഗടി അമ്പലത്തിലൊന്ന് പോകാമെന്ന്. നിഗടി അമ്പലം ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. അപ്പോൾ അവിടെ ഒന്ന് പോകണം. പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്നൊന്നുമില്ല, അങ്ങോട്ട് പോകുമ്പോൾ എവിടെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പോവാം. ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. ഇച്ചിരി വലിയ പാർക്കാണ്. ഒന്നുകിൽ അങ്ങോട്ടങ്ങ് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നാണ് പ്ലാന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.